എന്റെ കുഞ്ഞെ, ജീവിതം മടങ്ങാത്തൊരു കൊടുങ്കാറ്റുപോലെ നിനക്ക് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകാം. ആകുലതകളുടെയും ഭയത്തിന്റെയും തിരമാലകൾ നിന്റെ ഹൃദയത്തിൽ വന്നലയ്ക്കുമ്പോൾ ഇനി എത്രത്തോളം സഹിക്കാനാകും എന്ന് നീ ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഈ സത്യം ഓർക്കുക: കൊടുങ്കാറ്റിലും ദൈവം നിന്നോടൊപ്പമുണ്ട്. നീ ഒറ്റയ്ക്കല്ല കാറ്റിനോട് പോരാടുന്നത്. ശിഷ്യന്മാർ കൊടുങ്കാറ്റിനെ ഭയപ്പെട്ടപ്പോൾ യേശു പടകിൽ അവരോടൊപ്പമുണ്ടായിരുന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരമാലകൾ ഉച്ചത്തിലായതുകൊണ്ട് ദൈവം അവിടെയില്ലെന്ന് അർത്ഥമില്ല. അവൻ കൊടുങ്കാറ്റിനെ കാണുന്നു, നിന്റെ ഭയത്തെ മനസ്സിലാക്കുന്നു. നീ നേരിടുന്ന എല്ലാറ്റിനുമേലും അവന് അധികാരമുണ്ട്. നിന്റെ ജീവിതത്തിലൊന്നും അവന്റെ നിയന്ത്രണത്തിന് പുറത്തല്ല. ശക്തനായിരിക്കാൻ ശ്രമിച്ചു നീ തളർന്നിരിക്കാം. എന്നാൽ ദൈവം തളർന്നവർക്ക് ബലം നൽകുകയും ബലഹീനരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് തിരുവെഴുത്തു പറയുന്നു. നിന്റെ ശക്തി തീരുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നെ വഹിക്കാൻ തുടങ്ങുന്നു. നീ നിന്നിൽ മാത്രം ആശ്രയിക്കേണ്ടവനല്ല. ദൈവം നിന്റെ സങ്കേതവും സുരക്ഷിത സ്ഥാനവുമാണ്. രാവിൽ വിലാപമുണ്ടാകാം, എന്നാൽ പ്രഭാതത്തിൽ സന്തോഷം വരുന്നു. ഈ കാലഘട്ടം കടന്നുപോകും, നീ താഴ്ന്നുപോകില്ല. കാരണം നീ വഹിക്കപ്പെടുകയാണ്. ഈ സന്ദേശം നിന്നിലെത്തുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഇതിനോട് പ്രതികരിക്കുക. ധൈര്യമായിരിക്കുക. ദൈവം നിന്റെ കൂടെയുണ്ട്.